നമ്മുടെ ക്യാപ്റ്റന്മാരെല്ലാം ഇന്ന് നല്ല ഫ്രസ്ട്രേഷനിലാണ് കേട്ടോ. 3 പേരും ആര്യനും അക്ബറും നെവീനും. കാരണം അവർ കുക്കിംഗ് ചെയ്തു, ഫുഡ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, ഫുഡ് അവിടെ നിന്ന് കഴിച്ചു, അവർക്ക് തോന്നുന്നൊക്കെ അവരവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആരും ക്ലീനിങ് ഈ ടാസ്കിന് ശേഷം ചെയ്തിട്ടില്ല. എല്ലാവർക്കും വയ്യാണ്ടായി, രാവിലെയൊക്കെ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ അക്ബർ വന്നിട്ട് പറയുവാണ് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ. അപ്പം നൂറ പറഞ്ഞു ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്തോളാം. അവർ ചൊറിയുമാണ് മനഃപൂർവ്വം. കാരണം അനുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടി കുറേ ഡിസ്കഷൻ നടത്തി. ഇവരുടെ ഭരണവും ഇവരുടെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള അവരുടെ അതിക്രമവും ഒക്കെ ഇവർ ഡിസ്കഷൻ നടത്തി. ഓൾറെഡി ഷാനവാസും ഒക്കെ ആയിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട് നന്നായിട്ട് ചൊറിഞ്ഞു, ഇവന്മാർ പറയുന്നത് ഒന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം നൂറ പറയാണ് ഞാൻ ക്ലീൻ ചെയ്യാം, പക്ഷേ ഇപ്പോൾ അല്ല, ഞാൻ രാത്രിയിലേ ചെയ്യത്തുള്ളൂ, അതായത് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം. അപ്പം അക്ബർ പറയുന്നു എപ്പോഴെങ്കിലും ചെയ്താൽ മതി ഫ്ലോർ. അപ്പോൾ നൂറ പറഞ്ഞു ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അക്ബർ ക്ലീൻ ചെയ്യുമോ എന്നൊക്കെ അതിലെ നൂറയും കൂടെ ചോദിക്കുന്നുണ്ട്. 3 ക്യാപ്റ്റന്മാരില്ലേ, വേണമെങ്കിൽ നീയൊക്കെ പോയി ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു വിലയും തരത്തില്ല, പട്ടിക്കുഞ്ഞിൻ്റെ വില പോലും നിനക്കൊന്നും തരത്തില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ് ക്യാപ്റ്റൻസിയുടെ അത്രയും, നിങ്ങളുടെയൊക്കെ ക്യാപ്റ്റൻസിയുടെ അത്രയും വൃത്തികേട് ഈ ഫ്ലോറിലോ ബാത്റൂമിലോ ഇല്ല, ബാത്റൂം വരെ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അക്ബർ ഇത് നേരെ വന്ന് നെവിൻ്റെ അടുത്ത് ആര്യൻ്റെ അടുത്തും പറയുന്നു. അവരിപ്പം തീരുമാനിക്കുകയാണ് ഇവരിത് ജോലി ചെയ്തില്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഫുഡ് വിളമ്പരുത്. നമ്മുടെയും കൈയൊക്കെ പോയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. അതൊക്കെ സത്യമാണ്, ഇവർ ഹാർഡ് വർക്ക് ചെയ്തു, കുക്ക് ചെയ്തു. പക്ഷേ ഇവരുടെ ഈ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടല്ലോ, ക്യാപ്റ്റൻസി കൈ കിട്ടിയതിന് ശേഷമുള്ള ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു അതിക്രമം കാണിക്കുന്നതൊക്കെ സ്വഭാവം, മറ്റുള്ളവർക്ക് ഒരു വിലയും തരാത്ത രീതി. അതുകൊണ്ടാണ് വീട്ടുകാരിങ്ങനെ എതിർത്ത് നിൽക്കുന്നത്. ഞാൻ പറയുന്നു ഇവർക്ക് ഫുഡ് കൊടുക്കരുത്, നൂറൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പം നമ്മൾക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുകയാണ്. അവർ നേരെ എന്നിട്ട് അനീഷേട്ടൻ്റെ അടുത്തോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് പറയുകയാണ് പോയി ജോലി ചെയ്യാൻ. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ ജോലി രാവിലെ ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാപ്റ്റൻസി വേണം, നിങ്ങൾ 3 പേരും കിച്ചണിൽ നിൽക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. എന്നിട്ട് നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞു, വേറെ ആരും അതിൽ ഇടപെടരുതെന്ന്. അപ്പം എനിക്ക് ഒരു ക്യാപ്റ്റനുണ്ട്, എൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ്റെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്, എൻ്റെ അടുത്തല്ല. അങ്ങനെയാണ് ഇവിടെ നടപടി, മീൻസ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവർ നൂറയുടെ അടുത്ത് പറഞ്ഞു, നൂറയെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നൂറ പൂച്ചിച്ച് തള്ളിയപ്പം വേറൊരു നിവൃത്തിയും ഇല്ലാതെ അത് എങ്ങനെയെങ്കിലും നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അനീഷേട്ടൻ്റെ അടുത്ത് ചെന്നത്. പക്ഷേ അനീഷേട്ടൻ ഓൾറെഡി ചെയ്തത് കാരണം അനീഷേട്ടൻ അതിനകത്ത് വലിയൊരു ഇത് കൊടുത്തില്ല. അനീഷേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നൂറയുടെ അടുത്തോട്ട് പോകൂ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. പിന്നെ അവർ നേരെ അവിടെ നടക്കാതായപ്പോൾ പിന്നെ നമ്മുടെ സാബുമാനെ പിടിക്കുന്നു. അവനെ ആകുമ്പോൾ എന്തെങ്കിലും പറയാമല്ലോ, പക്ഷേ സാബുമാനെ നല്ല പുച്ഛിച്ച് തള്ളുന്നുണ്ട്. എന്തൊക്കെയോ ചോദിക്കുന്നു, സാബുമാൻ എന്തും എവിടെ തൊടാതെ എന്തൊക്കെയോ ആൻസർ തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻസി മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് ഇവരുടെ ക്യാപ്റ്റൻസി ഇവർ സക്സസ്ഫുൾ ആയിട്ട് ഇവർ വിചാരിക്കുന്ന പോലെ ഡൊമിനേറ്റിംഗ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ വിചാരിക്കണം. വീട്ടുകാരും അനുസരിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവും, അട്ടർ ഫ്ലോപ്പ് ആവും. ഇപ്പം ലൈവിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നൂറ ആദില വന്നിട്ട് നാരങ്ങ വെച്ചിട്ട് എന്തോ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവരിവിടെ നിന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് അവർ ഓൾറെഡി അകത്തിരുന്ന് കണ്ടു. ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അവരൊന്ന് വന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി ചോദിച്ചപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി തരാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് ഓവറായിട്ട് അവരെ സ്ട്രെസ് ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ. ബിക്കോസ് ഇവരും എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. ഒരാകപ്പാടെ ഇവരുടെ കളി നടക്കുന്നത് ആ അനുമോളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അനുമോളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പിടിച്ച് വലിച്ച് വെള്ളം അവിടെ എല്ലാം ഒഴിച്ച് നെവിനാകപ്പാടെ കുളവാക്കിയേനെ. ഇനി ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ നൂറയുടെ അടുത്തേക്ക്, ഇനി എനിക്ക് തോന്നുന്നു അവർ ഫുഡ് ചോദിക്കുന്ന സമയം, ആ സമയം ആകുമ്പോഴാണ് ഇനി നൂറയുടെ അടുത്തേക്ക് അടി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.